ബേക്ക് ഭാഗത്താണ് ലാത്തി കൊണ്ട് ആ പോലീസുകാരൻ കുത്തുന്നത്. ഈ കുത്ത് പേളി മാണിക്കാണ് കിട്ടിയിരുന്നെങ്കിലോ, ഈ അടി, ഈ ചെകിടത്ത് കൊടുത്ത അടി, ആ പോലീസുകാർ ആചാനുബാഹുവായ പോലീസുകാരാണ് കൊച്ചു പെണ്ണിനെ പിടിച്ചവന്റെ ചെകിടത്തടിച്ച അടി പേളിക്കാണ് കിട്ടിയിരുന്നെങ്കിലോ. എന്നാൽ നിങ്ങളുടെ അച്ഛനെ വളർത്തിയത് ഒരു ഭീരുവിനെയാണ്. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ അച്ഛൻ വളർത്തിയത് പേളി എന്ന് പറയുന്ന ഭീരുവിനെയാണ്. പേളി എന്ന് പറയുന്ന ഒരു അടിമയെ വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കും. നമസ്കാരം. പേളിമാണിയെ കുറിച്ച് നമ്മൾ ഒരുപാട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻഫ്ലുവൻസർമാരിൽ ഒരാളായിരുന്നു പേളിമാണി. നമ്മൾ ഒരുപാട് ഈ പറയുന്ന പേളിമാണിയെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് പേളിമാണിയുടെ സ്വഭാവ രീതി ആയിക്കോട്ടെ, മറ്റുള്ളവർ സംസാരിക്കുന്ന രീതി ആയിക്കോട്ടെ, ഈ പറയുന്ന മുതിർന്നവരെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അവിടെ നിൽക്കുന്ന അവരുടെ അവരുടെ സെർവന്റിനെ പോലും ഏത് രീതിയിലാണ് പേളിമാണി പരിഗണിക്കുന്നത്, സ്വന്തം അമ്മയെ പോലെ ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരു പേളിമാണിയെ നമ്മൾ എങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മൾ മീഡിയ വഴി കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരുപാട് പേർ പലർക്കും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പേളിമാണി ഇന്റർവ്യൂവിലായിക്കോട്ടെ എല്ലാ പ്രേക്ഷകരും പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ്, പെട്ടെന്നുണ്ടാകുന്ന ഹ്യൂമർ, എല്ലാവരും ചിരിപ്പിക്കുന്നത്, അതൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പൊ നടക്കുന്ന ഡൽഹിയിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റ്, അത് സത്യം പറഞ്ഞാൽ അവിടെ ജാതിയോ രാഷ്ട്രീയമോ മതമോ ഒന്നും ഇല്ല എന്നുള്ള സത്യസന്ധമായ ഒരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാനൊരു റീല് കണ്ടു. അതിനകത്ത് ഒരാൾ പറയുന്ന അവന്റെ വിരൽ കാണിച്ചിട്ട് പറയാണ്, ഈ വിരൽ കൊണ്ടാണ് ഞാൻ താമരയ്ക്ക് കുത്തിയത്, ആ വിരലിനെയാണ് അവരെന്നെ ഇന്ന് അടിച്ചൊടിച്ചത്. ഒക്കെ വിരലിൽ കൂടി ഇങ്ങനെ ബ്ലഡ് ഒലിച്ച് അവനെ കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ അതിനർത്ഥം BJPക്ക് വോട്ട് ചെയ്ത ഒരാളാണ് അവിടെ വന്ന് എന്ത് ഈ പ്രൊട്ടസ്റ്റ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുക്കുന്നവരെല്ലാവരും BJP വിരുദ്ധരല്ല. അതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം ശരിയാണെങ്കിൽ അതിനകത്ത് ഭൂരിഭാഗം പേരും ചിലപ്പോൾ നോർത്തിലായതുകൊണ്ട് തന്നെ BJP സപ്പോർട്ടേഴ്സ് ആവും. അവിടെ വന്നിരിക്കുന്ന അമ്മമാർ, അച്ഛന്മാര്, സഹോദരന്മാര്, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ എല്ലാവരും വന്ന് ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇപ്പോഴുള്ള സോക്കോഡ് ഇൻഫ്ലുവൻസേഴ്സിന് ഇല്ല എന്നുള്ളതാണ്. അവരുടെയൊക്കെ നിലപാടുകൾ പലവരുടെ മുമ്പിൽ കൊണ്ട് അടിയറ വെച്ചുകൊണ്ട് ഗതികെട്ട് ഒരു കോമൺ സെൻസും ഇല്ലാത്ത, ഒരു സെൻസും ഇല്ലാത്ത കുറെ വാചകങ്ങൾ എഴുതി വിടേണ്ടതായിട്ട് ഗതികേടിലേക്ക് ഒരു മാറുമ്പോൾ പുച്ഛമാണ് പേളി എന്നോട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ പുച്ഛമാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പേളി ഒരു 4-5 പേജുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഘടകം എന്താണ്, ഒരു ജീവനേക്കാളും വലുതല്ല മറ്റ് ഏത് നേട്ടം, അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ പോ കുട്ടികളെ, സമാധാനമായി വീട്ടിൽ പോ എന്നാണ് പേളി പറഞ്ഞ ഒരു സാധനം. അതായത് വളരെ ന്യൂട്രലായിട്ട് ഈ പറയുന്ന അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പിന്നീട് ഈ പറയുന്ന രാജിയെക്കുറിച്ചോ അവർ നടക്കുന്ന അക്രമത്തെക്കുറിച്ചോ ഒന്നും പരാമർശിക്കാതെ കുട്ടികൾ എപ്പോഴും സുരക്ഷിതമായിട്ട് സമാധാനപരമായിട്ട് എന്ത് ചെയ്യണം, സമരത്തിൽ പങ്കെടുക്കണം. അതിനർത്ഥം സമാധാനപരമല്ല എന്നുള്ളതാണ് അല്ലേ? അതുപോലെ നിങ്ങളെക്കാൾ ജീവനേക്കാളും വലുതല്ല മറ്റൊന്നും, മറ്റൊരു നേട്ടം, അതുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിൽ പോകും എന്നൊരു ചെറിയൊരു ഉപദേശവും കൂടി കൊടുത്തു എന്നുള്ളതാണ്. അതൊന്ന് വളരെ കൃത്യമായിട്ട് അറിയാം ഇവിടെ ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പേളിയെടുത്ത് പറയാനുള്ളത് പല നേട്ടങ്ങളും പലരുടെയും ചോര കൊണ്ടാണ് നേടിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ചിലപ്പോൾ പല നേട്ടങ്ങൾക്ക് വേണ്ടി ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പേളിമാണി ഇവിടെ ഈ പറയുന്ന 4 നോട്ട് ഇങ്ങനെ എഴുതിയല്ലോ, അത് പേളിക്ക് കിട്ടിയ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം നേടിയെടുത്തത് എങ്ങനെയാണെന്ന് പേളി ആദ്യം ഒന്ന് ചിന്തിക്കണം. മഹാത്മാഗാന്ധി പണ്ട് ഇതുപോലെ ഒരുപാട് പ്രൊട്ടസ്റ്റുകളിൽ പങ്കെടുത്ത് ഒരുപാട് അടി കൊണ്ട് ഒരുപാട് ജീവനുകൾ എന്ന് പൊലിഞ്ഞ് അവരുടെയൊക്കെ ജീവന്റെ ഫലമാണ് ഇന്ന് പേളി ഉൾപ്പെടെയുള്ളവർ വന്നിരുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എഴുതി വിടുന്നില്ല. ആ ഒരു സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് അങ്ങനെയാണ്. അവരൊക്കെ അന്ന് ഈ പറഞ്ഞാൽ അയ്യോ ചിലപ്പം ജീവൻ നഷ്ടപ്പെടും, നമുക്ക് ഒരു നേട്ടവും വേണ്ട, നമുക്ക് വീട്ടിൽ പോയി ഇരിക്കാം എന്ന് അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇന്നും അടിമകളെ പോലെ കഴിയുമായിരുന്നു എന്നുള്ള ചെറിയൊരു കോമൺ സെൻസ്. ഇത്രയും ഫൂളിഷൻസ് ആയിട്ടുള്ള ഒരു വാക്ക് പേളിക്ക് എങ്ങനെ എഴുതാൻ കഴിഞ്ഞു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്നുള്ളതാണ്. അതിനർത്ഥം താങ്കളുടെ നിലപാട് താങ്കൾ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ ഇതാണ് പേളിമാണിയുടെ വിഷയത്തിലേക്ക് പേളി പറഞ്ഞ ഒരു സാധനം. അതായത് ഇവിടെ അടിയൊന്നും ഉണ്ടാക്കണം, നിങ്ങൾ വീട്ടിൽ പോയി ഇരി എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ വീട്ടിൽ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നിലവാര തകർച്ചയിലേക്ക് പേളിമാണി പോയോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം പേളിമാണി ഇടുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിബി മലയലിന്റെ പിന്നീട് മകൻ വന്നതിനൊരു മറുപടി കൊടുക്കുന്നു. ഷെയിം ഓൺ യു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ?
അതിന് പിന്നീട് പേളി മറ്റൊരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ പിന്നീട് വിവാദമായ പോസ്റ്റ്. അതിനകത്ത് ആ പോസ്റ്റിൽ ഉടനീളം പേളിമാണിക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന പേളിമാണിയുടെ അഹങ്കാരമാണ് എന്നുള്ളതാണ്. ആ 5.8 മില്യൺ ഉണ്ടായിരുന്ന പേളിമാണിയുടെ ഇപ്പോഴത്തെ അക്കൗണ്ട് 5.6 മില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ലക്ഷങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അൺഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഈ പോസ്റ്റൊക്കെ പല പോസ്റ്റുകൾ ഇടുന്നു, പല പോസ്റ്റുകൾ പിന്നീട് ഡിലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നവരെയൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ്. പണ്ട് നമ്മളെയും ബ്ലോക്ക് ചെയ്തു ഗൈസ്. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല. ഒരു കമന്റ് ഇട്ടു, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഞങ്ങൾ എല്ലാരും ബ്ലോക്ക് ചെയ്തേക്കണം. പിന്നെ മാത്രം തെറ്റ് ഞങ്ങൾ ചെയ്തോ? ഒരു കമന്റ് അല്ലേ? ഒരു ഇന്റർവ്യൂല് പേളിമാണി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നെഗറ്റീവ് കമന്റുകൾ ഒന്നും വരാറേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെയൊക്കെ ഈ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ആരോഗ്യപരമായിട്ട് വസ്തുത നിരത്തി വെച്ച് വിമർശിക്കുന്നവരെ മറുപടി കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്. മനസ്സിലായത്? നമ്മളെ തെറി വിളിക്കുന്നവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യും, അതങ്ങനല്ല. വസ്തുതപരമായിട്ട് ആരോഗ്യപരമായിട്ട് വിമർശിക്കുന്നവരെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഭീരുത്വമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പേളിമാണിയുടെ ഈ ഒരു പോസ്റ്റിംഗ് രണ്ടാമത്തെ പോസ്റ്റ്, എൻ്റെ പോസ്റ്റ് ഒരു ട്രിഗർ വാർണിംഗ് കൂടി വരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ഒരുപാട് പേരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. ഞാൻ സമാധാനവും സുരക്ഷയും അക്രമരഹിതവുമായ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ച് എല്ലാവരും വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ പറയുന്ന അടിമപ്പെട്ട് ചതിക്കപ്പെട്ട് ഈ പറയുന്ന കോമാളിയെ പോലെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് പേളി മരിക്കുന്നതാണ് എന്നുള്ളതാണ്. നമ്മളൊരാൾ പറ്റിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കുക. നമ്മുടെ ഈ പറയുന്ന ഭാവി, നമ്മുടെ മക്കളുടെ ഭാവി തുലാസിൽ ഏറ്റുകയാണ്. ആ മക്കളുടെ ഭാവി വെച്ച് അവരെന്ത് ചെയ്യുന്നു, അവരവരുടെ തോന്നിയാസം പോലെ ചെയ്യുകയാണ് എന്നറിഞ്ഞുകൊണ്ടും ഒരു വാക്കുകൊണ്ട് പോലും മിണ്ടാതെ അതിനുള്ള ധൈര്യമില്ലാതെ ഭീരുവിനെ പോലെ വീട്ടിനകത്ത് എ സിക്കുള്ളിൽ നിന്നിരുന്നു ഒളിഞ്ഞിരിക്കുന്നതിനെക്കാട്ടി ഭേദം മരിക്കുന്നതാ. മനസ്സിലായി? അത് മരിക്കുന്നതാ നല്ലത് എന്നുള്ള സാമാന്യ ബോധമെങ്കിലും പേളിക്ക് ഉണ്ടാകണമായിരുന്നു എന്നുള്ളതാണ്. ഇവരെ പ്രകോപിപ്പിച്ചു. ആരാണ് ഈ ആളുകൾ എന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. അതായത് ഈ പ്രകോപിപ്പിച്ച പ്രകോപിപ്പിച്ച ആൾക്കാർ ആരാണെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. ആ ആൾക്കാരെന്ന് പറയുന്ന ഈ പറയുന്ന താങ്കൾ പറയും പോലെ മുസ്ലിംസ് ഒന്നും അല്ല. അവരൊക്കെ ഇപ്പൊ ഞാനെന്ന് പറയുന്നത് ഒരു ഹിന്ദുവാണ്. മനസ്സിലായോ? ഞാൻ എന്തുകൊണ്ട് എനിക്കൊരു വികാരം, എനിക്ക് പ്രതിഷേധം ഞാൻ പ്രകടിപ്പിക്കാൻ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു മകളുടെ അച്ഛനാണ് എന്നുള്ളതാണ്. എൻ്റെ മകളുടെ ഭാവി ഞാൻ നോക്കിയേ പറ്റുള്ളൂ. ഇത് നമ്മളിത് എത്രാമത്തെ ഒരു തവണ എല്ലാ ചോദ്യപേപ്പർ ചോർന്നത് എന്ന് മനസ്സിലാക്കണം. എത്ര തവണയാണ് അവരുന്നയിക്കുന്ന ആശയങ്ങൾ, അവരുന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പ്രതികരിക്കുന്നത് മനുഷ്യത്വമുള്ള അച്ഛന്മാരായ, അവിടെ മുസ്ലിങ്ങളാണെന്ന് എഴുത്തള്ളരുത്. അത് ഹിന്ദുക്കളായിക്കോട്ടെ, അത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, അത് ഈ പറയുന്ന മുസ്ലിംസ് ആയിക്കോട്ടെ, എല്ലാവരും അതിനകത്തുണ്ട്. അതായത് നമ്മുടെ യുവതലമുറ, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി വേണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന പ്രതിഷേധിക്കുന്നത്. ഇപ്പൊ മനസ്സിലായ പേളിക്ക് ആരാണ് എന്നുള്ളത്. ഇപ്പം സിബി മലയന്റെ മോൻ ഒരു ഇതിട്ടല്ലോ, അതിന് മറുപടിയാണ് ഒരു പരാജയപ്പെട്ട ചിത്രകാരൻ, അതായത് ഫെയിൽഡ് ഫിലിം മേക്കർ. അതായത് സിബി മലയിൽ ഒരു പരാജയപ്പെട്ട ചിത്രകാരൻ എന്ന് പറയാൻ പേളി മാത്രമേ പറയത്തുള്ളൂ എന്നുള്ളത്. അതായത് മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന് അവരെ സൂപ്പർ സ്റ്റാറിലേക്ക് കൊണ്ടുവന്ന സംവിധായകനാണ് സിബി മലയൻ. അയാളെ ഒരു പരാജയപ്പെട്ട ഫിലിം മേക്കർ എന്ന് പേളിമാണിക്ക് എന്ത് അധികാരമുണ്ട് എന്നുള്ളതാണ്. എത്ര ഉളുപ്പുണ്ട് പേളിക്ക് അങ്ങനെ പറയാം. പേളി ആരാണ്? ഹു ആർ യു? താങ്കൾ എവിടെയാണ് വിജയിച്ചത് എന്നുള്ളത് പേളിക്ക് പറയാൻ പറ്റൂ. താങ്കൾ അങ്ങനെ ഒരു വട്ടപൂജ്യമാണ്. നോക്കിയോ, ഇത് ഈ പിന്നീട് പോസ്റ്റിനകത്ത് മൊത്തം അഹങ്കാരമാണ്. ഇപ്പോൾ എൻ്റെ 4 പേജുള്ള പോസ്റ്റിനെ കുറിച്ച് 10 പേജുള്ള ഒരു തിരക്കഥ എഴുതിയിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ എഴുതിയത് സിബി മലയുടെ മോനാണ്. ഇവൾ വിചാരിച്ചിരിക്കുന്നത് ആരാണ്? മകൻ സിബി മലയിലാണെന്നാണ് കരുതിയിരിക്കുന്നത്. അതിൽ പരമാവധി മുളക് പൊടിയും അച്ഛനോ മുട്ടയും ചേർത്ത് അതിനെ എത്രത്തോളം മോശമാക്കാമോ അത്രത്തോളം ആക്കാൻ ശ്രമിക്കുന്നു. അത് മനസ്സിലായി. വളരെ ഈ പറയുന്ന സർക്കാസ്റ്റ് രീതിയിലാണ് ഈ പറയുന്ന പേളിമാണി പറയുന്നത്. പണ്ട് ഇതൊക്കെ കേട്ടാൽ നമ്മൾ ചിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. ആരായാലും നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് പറയുക. അപ്പൊ ഞാൻ എൻ്റെ നിലപാട് ഒരിടത്തും അടിമപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് എനിക്ക് ആരെടുത്തും വിധേയത്വം കാണിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ആരെയും മൂട് താങ്ങേണ്ട ആവശ്യവും ആരെയും പേടിക്കേണ്ട ആവശ്യവും എനിക്കില്ല. പേളി ഒരു നല്ല കാര്യം ചെയ്താൽ അത് നല്ലതെന്ന് പറയാനും ഇതുപോലെ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്താൽ അത് വൃത്തികേടാണ്, താങ്കൾ കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം എനിക്ക് ഉണ്ടാകാനുള്ള കാരണം ഞാൻ ആരെടുത്തും അടിമപ്പെട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്.
അത് പേളിക്കില്ല. പേളി ആരുടെ അടിമയാണ്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ട് പേളി ഇങ്ങനെയുള്ള പോസ്റ്റ് ഇട്ടു എന്നുള്ളത്. എൻ്റെ 2 കുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരാണോ എന്ന് ചിലർ പരിഹസത്തോടെ ചോദിക്കുന്നുണ്ട്. അവർ പെൺകുട്ടികളാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നു. അതെ, അവർ പെൺകുട്ടികളാണെന്ന് എനിക്കറിയാം. അതെന്താ? ഓ, എന്റെ പ്രസ്താവന മാറ്റാൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രസ്താവന ഇനി മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് കൃത്യമായിട്ട് ഇനി അറിഞ്ഞു കഴിഞ്ഞു. ഇനി പ്രസ്താവന മാറ്റി കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. താങ്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചില്ല. താങ്കളുടെ 2 കുട്ടികൾ സുരക്ഷിതമാണോ എന്ന് ചോദിക്കാൻ കാരണം, താങ്കളുടെ കുട്ടികൾ ഭാവിയിൽ ഇതുപോലെ വിദ്യാഭ്യാസം പിന്നെ പണം ഒരുപാടുണ്ടെങ്കിൽ 4 സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് അതിന്റെ ഒരു വേവലാതി കാണത്തില്ല. എൻ്റെ കുട്ടികൾ ഒന്നുമില്ലെങ്കിലും ഒരു ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ കോടിക്കണക്കിന് പണമുണ്ട്, അത് വാങ്ങിച്ച് അത് കൊടുത്ത്, അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് അതിന് കോടികൾ കൊടുത്ത് ആ ചോദ്യപേപ്പർ വാങ്ങിച്ച് എൻ്റെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എനിക്ക് കഴിവുണ്ട് എന്നുള്ള അഹങ്കാരത്തിലായിരിക്കാം ഈ പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ അവർക്കതറിയില്ല. അവർ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, താങ്കളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഉൾപ്പെടെ, എൻ്റെ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ ഭാവി സുരക്ഷിതമാണോ എന്നാണ് അവർ ചോദിച്ചത്. അതിനാണ് ഈ അഹങ്കാരം പിടിച്ച മറുപടി പേളി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ്. അതിനായി നിങ്ങൾ ആദ്യം അവരുടെ മോമ ബിയറിനെ, അതായത് മോമ ബിയർ അമ്മക്കരടിയെ തൊടേണ്ടി, അതായത് എൻ്റെ മകളെ പറയുന്നതിന് മുമ്പ് എൻ്റെ അമ്മക്കരടിയെ തൊടേണ്ടി വരും. അമ്മക്കരടി, അതായത് ഞാനൊരു അമ്മക്കരടിയെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഏതറ്റവും ഫൈറ്റ് ചെയ്യുന്ന ഒരു അമ്മക്കരടി ആയിട്ടാണ് പേളി മാണി സ്വയം വിശേഷിപ്പിക്കുന്നത്. പേളി അതുപോലുള്ള കുറെ അമ്മക്കരടികളാണ് ഈ പറയുന്ന അവിടെ വന്ന് തല്ലുകൊള്ളുന്നത്. സ്വന്തം മക്കളെ പോലീസുകാരന്മാർ ഇതുപോലെ പിടിച്ചു നിർത്തി ചപ്പാ കുട്ടിയിൽ അടിക്കുന്ന സീനുണ്ട്. ഞാൻ ഇവിടുത്തെ വെക്കാം. സ്വന്തം കുട്ടിയെ ഒരു പെൺകുട്ടി പറയും, ഈ കാണുന്ന ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ഈ പെൺകുട്ടിയുടെ പിന്നീട് ബേക്ക് ഭാഗത്താണ് ലാത്തി കൊണ്ട് ആ പോലീസുകാരൻ കുത്തുന്നത്. ഈ കുത്ത് പേളി മാണിക്കാണ് കിട്ടിയിരുന്നെങ്കിലോ, ഈ അടി, ഈ ചെകിടത്ത് കൊടുത്ത അടി, ആ പോലീസുകാർ ആചാനുബാഹുവായ ആ പോലീസുകാരൻ കൊച്ചു പെണ്ണിനെ പിടിച്ചവന്റെ ചെകിടത്തടിച്ച അടി പേളിക്കാണ് കിട്ടിയിരുന്നെങ്കിലോ, പേളി എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? എങ്ങനെ പ്രതികരിക്കുമായിരുന്നു പേളി? അത് അവിടെയാണ് നമ്മൾ പറഞ്ഞത്, അവിടെയാണ് നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. ഒരു വ്യക്തിത്വം, ഒരു വ്യക്തി ആരെന്ന് മനസ്സിലാക്കുന്നത് അവിടെയാണ്. അതിനിടയിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റിയത് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് വന്നത്. ചോദ്യപേപ്പർ കടത്തിയത് അല്ലെങ്കിൽ ചോദ്യപേപ്പർ പുറത്താക്കിയത് പാകിസ്ഥാൻകാരന്മാരാണ്, അല്ലെങ്കിൽ അമേരിക്കക്കാരന്മാരാണ്. എന്തിനാണ് പാകിസ്ഥാൻകാരന്മാർ ചോദ്യപേപ്പർ കടത്തിയത്? അതായത് പാകിസ്ഥാൻകാരന്മാർ ചോദ്യപേപ്പർ കടത്തിയിട്ട് പാകിസ്ഥാനിലെ കുറെ ആൾക്കാരെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ഡോക്ടറായിട്ട് എഴുതിപ്പിക്കും, നീറ്റ് എഴുതിപ്പിക്കും. ഇങ്ങനെ അവരെല്ലാവരും ജയിക്കുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? പിന്നീട് ഈ പറയുന്ന പിന്നെ ഡോക്ടേഴ്സ് ആകുമ്പോൾ അവരെന്ത് ചെയ്യും? പാകിസ്ഥാൻകാരന്മാരാണ് മൊത്തം ഡോക്ടേഴ്സ്. അവർ ഹിന്ദുക്കളെ വിളിച്ച് മറ്റേ ലവത് കുത്തിവെക്കും. ഇങ്ങനെയുള്ള ബാലിശമായ കോമാളിത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ആരും വളർന്നിട്ടില്ല. ഓ, വെരി ഗുഡ്. നമ്മളെല്ലാം ചെറുത്. നീ അങ്ങ് കൊമ്പത്തിലിരിക്കുന്ന ആളാണ്. പണം വന്ന് കയറുകയല്ലേ, വീടി വരെ അത് ചിലോട്ട് വരാം കേട്ടോ. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം, ഞാൻ അത് ഉപയോഗിക്കും. ഞാൻ നിങ്ങളുടെ വെറും ഒരു കളിപ്പാവയല്ല, ഞാൻ പേളി മാണിയാണ്. ഈ പേളി, ഞാൻ പേളി മാണി എന്ന് പറയുമ്പോൾ നമ്മളെ രഞ്ജിനി ഹരിദാസ് പറഞ്ഞൊരു സാധനം ഞാൻ ഇവിടെ വെക്കാം. രഞ്ജിനി ഹരിദാസ് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് രഞ്ജിനി ഹരിദാസിന് കുറ്റം പറഞ്ഞതാണ് ആ സമയത്ത്. കാരണം രഞ്ജിനി ഹരിദാസ് ആ സമയത്ത് നെഗറ്റീവ് ആയിരുന്നു. പേളി മാണി പാവത്തും പോലെ ഇരിക്കുന്നത്. അതിനകത്ത് രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും. അതാണ് ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ പേളി മാണി കൊല്ല. പിന്നെ അതെ, എൻ്റെ പ്രിയപ്പെട്ട നിറം കാവ്യാണ്. നമ്മുടെ ഇന്ത്യൻ പതാകയിൽ ആ നിറം കാണുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിനൊന്നും ഇവിടെ ആർക്കും വരുന്നത്. താങ്കളുടെ പ്രിയപ്പെട്ട നിറം കാവ്യ ആയിക്കോട്ടെ, ഇനി പച്ച ആയിക്കോട്ടെ, മഞ്ഞ ആയിക്കോട്ടെ, നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന നമ്മുടെ ത്രിവർണ്ണ പതാകയിൽ പിന്നെ വെള്ളയും കാവിയും പച്ചയൊക്കെ കാണാൻ തന്നെയാണ് ആഗ്രഹം എന്നുള്ളതാണ്. ഇവിടെ ഇതിനകത്ത് രാഷ്ട്രീയം കുത്തിക്കയറ്റുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇത്രയും 5 പൈസയുടെ വിവരവും പോലും ഇല്ല, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വിവരം കൊണ്ട് ആരുടെയെങ്കിലും ഈ മൂടിന്റെ താഴെ കൊണ്ട് പണയം വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് എന്നുള്ളത്. അവിടെ നടക്കുന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കുക. അത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിനു വേണ്ടിയിട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ അനുഭവിക്കുന്നെല്ലാം നമ്മുടെ കൂടി കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് പേളി ഉണ്ടാകേണ്ടത്. അത് താങ്കൾക്കില്ല എന്നുള്ളതാണ്. ഈ കറക്റ്റായിട്ട് കൃത്യമായിട്ട്
എന്ത് ചെയ്തിട്ട് നല്ല ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. സിബി മലയന്റെ കമന്റ് ഇങ്ങനെയാണ്, സെയിം മൊമ ബിയർ, നിങ്ങൾ ആ പറഞ്ഞ പരാജയപ്പെട്ട സംവിധായകൻ എൻ്റെ അച്ഛനാണ്. ഓക്കെ, ആരോട് കളിക്കുന്നെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് പോസ്റ്റ് ഇടുക, തിരിച്ചു കൊടുക്കുകയാണ്. ആ പരാജയപ്പെട്ട സംവിധായകൻ നട്ടല്ലാത്ത ഒരു മകനെയല്ല വളർത്തിയത്. വളരെ കൃത്യമാണ്. ആ പരാജയപ്പെട്ട സംവിധായകൻ നട്ടല്ലില്ലാത്ത ഒരു മകനെയല്ല വളർത്തിയത്. എന്നാൽ നിങ്ങളുടെ അച്ഛൻ വളർത്തിയത് ഒരു ഭീരുവിനെയാണ്. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ അച്ഛൻ വളർത്തിയത് പേളി എന്ന് പറയുന്ന ഭീരുവിനെയാണ്, പേളി എന്ന് പറയുന്ന ഒരു അടിമയെയാണ്. മനസ്സിലാ, പേളി എന്ന് പറയുന്ന മനുഷ്യത്വ രഹിതമായ ഒരു സ്ത്രീയാണ് എന്നാണ് ഇപ്പൊ നമുക്ക് സ്ഥാപിക്കേണ്ടതായിട്ട് വരുന്നത്. കൃത്യമായിട്ടാണ്, എന്നാൽ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുത്തത്. മനസ്സിലായോ? അങ്ങനെയാണ് ഈ പേളി മാണിക്ക് തിരിച്ചൊരു മറുപടി കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കുറെ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ഒരു സാധനം കൂടി വെച്ചിട്ട് അത് വെക്കാതെ പോകുന്നത് നമ്മുടെ അഖിൽ മാരാറ്. അഖിൽ മാരാറിന്റെ ഒരു സാധനം വെച്ച് തരാം, ഇവിടെ നോക്കുവാണേ. ഓരോരുത്തരും വോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കാണ്, എന്നാൽ BJP അനുകൂല രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കും ആയിരിക്കുമെന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ഓരോരുത്തരും പല സ്ഥലത്ത് വോട്ട് ചെയ്ത് സ്വയം തോൽക്കുമ്പോൾ BJPക്ക് വേണ്ടി മാത്രം വോട്ട് പിടിച്ച് നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവർ, BJPയെ സ്നേഹിക്കുന്നവർ, രാജ്യത്ത് NDA വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കും. എന്തിനാണ് പറഞ്ഞത് നിങ്ങൾക്ക് വല്ല മനസ്സിലാവുന്നത്? രാഹിലെ, ഇത്രയും തരം താന്ന് പോകരുതേ, ഇത്രയും നാണം കെട്ട് പോകരുതേ. ഇനി എന്താ പറഞ്ഞത്? അതായത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പാർട്ടിക്കാണ്, പക്ഷെ BJP വോട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. BJP അനുഭാവികൾ വോട്ട് ചെയ്യുന്നത് BJPക്കും NDAക്കുമാണ്. നിനക്ക് വല്ല മെന്റലും ആയോ? കിളി പോയിരിക്കും. അതാണ് പറയുന്നത്. സ്വന്തം ഇവർക്കൊരു വ്യക്തിത്വമുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്, ഒരു നിലപാടുണ്ട്. പക്ഷെ ഇവിടെ അടിമപ്പെട്ടു പോകുമ്പോൾ എനിക്ക് വെളുപ്പിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് വെളുപ്പിക്കണം. അങ്ങനെ വെളുപ്പിക്കുമ്പോഴാണ് ഈ വലിയ വലിയ ബ്ലണ്ടറുകൾ വരുന്നത്, വലിയ നമുക്ക് പറഞ്ഞു ചിരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സാധനങ്ങൾ വരുന്നത്. സമൂഹത്തിൽ ഒരു കോമാളിയായിട്ട് മാറുന്നത് അങ്ങനെയാണ്. പറയുന്നതായിട്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാർട്ടിയിൽ വോട്ട് ചെയ്യും, BJPക്ക് ഇഷ്ടപ്പെടുന്നവർ BJPയിലും NDAക്കും. ഇതിലെന്താണ് മനസ്സിലായില്ലേ? ഇത് എല്ലാവരും BJP അങ്ങനെയല്ലേ, BJPക്ക് ഇഷ്ടമുള്ളവർ BJP വോട്ട് ഇടും, ഇവർക്ക് ഇഷ്ടമുള്ളവർ ഇവർക്ക് വോട്ട് ഇടും. അങ്ങനെ തന്നെയാണല്ലോ. ആണോ? അങ്ങനെ തന്നെയാണോ? പിന്നെ എല്ലാ കാലവും എല്ലാവരും ഒരുപോലെ വോട്ടിടും എന്ന് വിചാരിക്കുന്നതും തെറ്റാണ്. മനസ്സിലായോ? പലപ്പോഴും പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുമ്പോൾ പലരുടെയും ചിന്തകൾ മാറും, പലരും വോട്ട് മറിച്ചു, അതൊക്കെ ഇല്ല തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാവരും ഇപ്പം BJP ആണ് സർക്കാർ, പിന്നെ കേന്ദ്രം ഭരിക്കുന്നില്ല, ഇനിയിപ്പം ആജീവനാന്തം അവർ തന്നെ അങ്ങ് ഭരിച്ചുകൊണ്ടിരിക്കില്ല. അവർ വരുന്ന അപ്പം എൻ്റെ മകളാണ്, എൻ്റെ യുവതലമുറ എന്ന് പറഞ്ഞാൽ BJPക്ക് വോട്ടിട്ടാൽ മതി എന്നുള്ള, അങ്ങനെ വരുന്നില്ല. അങ്ങനെയല്ല, ഓരോ സംഭവം മാറുമ്പോൾ, ഭരണ പശ്ചാത്തലം, ഭരണ സാഹചര്യങ്ങൾ മാറുമ്പോൾ, ഇതുപോലുള്ള ഇൻസിഡൻസ് വരുമ്പോൾ ആൾക്കാർ മാറ്റി ചിന്തിക്കുക സ്വാഭാവികമാണ്. ഇവിടെ എന്താണ് ഈ പറയുന്ന CJP എന്ന് പറഞ്ഞ പാർട്ടി മാറ്റി നിർത്തുക, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് കരുതിക്കോ. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന, അവർ ഉയർത്തിപ്പെടുത്തുന്ന സാധനം എന്താണ്? ഈ പറയുന്ന നീറ്റ് പോലുള്ള പരീക്ഷ പേപ്പറുകൾ എന്ത് ചെയ്യുന്നു, ചോർന്നു പോകുന്നത് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിട്ടുന്നു. അതിന്റെ പിന്നീട് എന്താ സങ്കടം താങ്ങാൻ വയ്യ, അത് വീണ്ടും പരീക്ഷ നടത്തുന്നു. അതിന്റെ സങ്കടം താങ്ങാൻ വേണ്ടി 10-30ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് മെന്റൽ ട്രോമ വന്ന് ഇപ്പോഴും അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ അവരൊന്ന് പിന്നീട് സങ്കടപ്പെടുന്നുണ്ട്. അതിനൊക്കെ ഉത്തരവാദിയായ ആരെയാ? അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുള്ള മാന്യമായിട്ടുള്ള, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കണം. ജയ് ഹിന്ദ്.